എൻ്റെ പേര് റഷ ഫാത്തിമ. ഞാൻ 4th സെം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റാണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് എന്ന ലെസണിലെ ടോപ്പോളജി എന്ന ടോപ്പിക്കിലാണ് എൻ്റെ സെമിനാർ. ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് ടോപ്പോളജി. നമുക്ക് നോക്കാം. ടോപ്പോളജി, വേ ഇൻ വിച്ച് എ നെറ്റ്വർക്ക് ഈസ് ലെയ്ഡ് ഔട്ട് ഫിസിക്കലി ഓർ ലോജിക്കലി. ഒരു നെറ്റ്വർക്കിനെ നമുക്ക് ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ലോജിക്കലായിട്ടോ എങ്ങനെയൊക്കെ ലേ ഔട്ട് ചെയ്യാമെന്ന് കാണിക്കുന്നതാണ് ടോപ്പോളജി. ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് നോഡ്സ് ആൻഡ് ലിങ്ക്സ്. ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് റെപ്രസെൻറ്റേഷനാണ്. അതിൽ ഓരോ റിലേഷൻസും എന്ന് വെച്ചാൽ ഓരോ നോഡുകൾ തമ്മിലുള്ള ലിങ്കും നോഡുകളും ഒക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ടോപ്പോളജിയിൽ എപ്പോഴും ഉണ്ടാവും. Relationship can be peer-to-peer, share link equally, or primary, secondary. One device control traffic, other transmit accordingly. റിലേഷൻഷിപ്പ് പിയർ ടു പിയർ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രൈമറി, സെക്കൻഡറി. ഒരു ഡിവൈസ് അയക്കുകയും മറ്റെല്ലാ ഡിവൈസിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നത് ഒരു ട്രാഫിക് കൺട്രോൾ പോലെ ഇരിക്കാനും അടുപ്പിച്ച് ചിലപ്പോൾ ഒരേ ടൈമിലോ അയക്കണം എന്നില്ല, ചിലപ്പോൾ ഒരേ ടൈമിൽ അയച്ചു എന്ന് വരാം. 2 or more device connect to a link and 2 or more links form a topology. 2 അതിൽ കൂടുതലോ ഡിവൈസുകൾ കണക്ട് ചെയ്തതോ അല്ലെങ്കിൽ മോർ ലിങ്കുകളുള്ളതൊക്കെയാണ് ഒരു ടോപ്പോളജിൻ്റെ ഫോം എന്ന് പറയുന്നത്. പൊതുവേ ടോപ്പോളജി ഉള്ളത് 5 രൂപത്തിലാണ്. നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ 5 രൂപത്തിനെ പറ്റിയാണ്. അപ്പോൾ അതിലത്തെ ഫസ്റ്റാണ് ബസ് ടോപ്പോളജി ഉണ്ട്. പിന്നുള്ളത് റിംഗ് ടോപ്പോളജിയാണ്. അതിനുശേഷം സ്റ്റാർ ടോപ്പോളജി, പിന്നെ ട്രീ ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ നല്ല ഡിഫറെൻ്റ് ആണ്. നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ബസ് ടോപ്പോളജി. ഞാൻ അതിൻ്റെ ഫിഗർ ആദ്യം കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബസ് ടോപ്പോളജിൻ്റെ ഫിഗർ വരുന്നത്. ഇനി മൾട്ടി പോയിൻ്റാണ് എന്ന് വെച്ചാൽ ഒരു കേബിളിൽ തന്നെ ഒരുപാട് പോയിൻ്റുകൾ ഉണ്ടാകും. ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാൻ ആ ഒരു ഇതിൽ തന്നെ ഒരുപാട് പോയിൻ്റുകൾ ഉണ്ടാവും. സിംഗിൾ കേബിൾ, ഒരൊറ്റ കേബിൾ മേലാവും എല്ലാം നമുക്ക് അയക്കേണ്ട എല്ലാം ഉണ്ടാവുക. ഈ സിംഗിൾ കേബിൾ മേക്ക് എല്ലാ ഡിവൈസും ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്. നമ്മളുടെ ഹ്യൂമൻ ബാക്ക് ബോൺ പോലെയാണ് ബസ് ടോപ്പോളജിയിലത്തെ ഈ കേബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ഡിവൈസുകളും ഈ കേബിളിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് നിൽക്കുക. നോഡ്സ് കണക്ട് ടു കേബിൾ ത്രൂ ഡ്രോപ്പ് ലൈൻസ് ആൻഡ് ടേപ്പ്. നോഡ്സുകൾ കേബിളിലേക്ക് കണക്ട് ചെയ്യുന്നത് ഡ്രോപ്പ് ലൈനുകൾ വെച്ചും ടേപ്പ് വെച്ചുകൊണ്ടുമാണ്. Signal gets weaker as it travel further. Energy loss through heat. എന്ന് വെച്ചാൽ ഇത് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് സിഗ്നൽസ് അയക്കുന്ന സമയത്ത് എന്താ ചെയ്യുക വെച്ചാൽ ഇടയിലൊക്കെ ഒരുപാട് ഡിവൈസ് ഇതിൽ നിന്ന് സിഗ്നൽസ് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ എന്താവും, ഇതിൻ്റെ സിഗ്നൽ വളരെ വീക്കാവും. എന്ന് വെച്ചാൽ എനർജി ലോസ് ചെയ്യാണ്. ഹീറ്റ് കാരണം എനർജി ഒരുപാട് ലോസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്നും കൂടി പറയാം. ഈസി ടു ഇൻസ്റ്റാളേഷൻ വളരെ സുഖമാണ് ബസ് ടോപ്പോളജിയിൽ. എന്ന് വെച്ചാൽ സിംഗിൾ കേബിളിൽ എല്ലാ ഡിവൈസും അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് കേബിളിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വളരെ കുറവാണ് ബസ് ടോപ്പോളജിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ലെസ് കേബിളിംഗ്, ഒരുപാട് കേബിളിൻ്റെ ആവശ്യമില്ല. ഡിഫിക്കൽട്ട് റീകോൺഫിഗറേഷൻ ആൻഡ് ഫോൾട്ട് അസോസിയേഷൻ. റീകോൺഫിഗറേഷൻ വളരെ ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ ഫോൾട്ട് ഐസൊലേഷനും. ഇനി സിംഗിൾ ബ്രേക്കിംഗ് കേബിൾ ബ്രിങ്സ് ദ ഹോൾ നെറ്റ്വർക്ക് ഡൗൺ. എന്നുവെച്ചാൽ ഒരൊറ്റ കേബിളിന് എല്ലാ ഡിവൈസും കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒരു കേബിളിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റം മൊത്തത്തിൽ ഡൗൺ ആകും. ഇതാണ് നമ്മുടെ ഫിഗർ. ഒരു കേബിൾ എൻഡും ഉണ്ട്, 2 കേബിൾ എൻഡും ഉണ്ട്, ടേപ്പുകളുണ്ട്. ഡ്രോപ്പ് ലൈൻ വെച്ചാണ് ഓരോ സിസ്റ്റവും അല്ലെങ്കിൽ ഓരോ ഡിവൈസും ഈ കേബിളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ അറ്റാച്ച് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് ടേപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റിംഗ് ടോപ്പോളജി. ഡെഡിക്കേറ്റഡ് point-to-point line configuration
2 devices on either side. ആദ്യം ഫിഗർ കാണിച്ചു തരാം. ഇതല്ലേ സർക്കുലാർ മോഷനിൽ ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസിനായിട്ട് കണക്ട് ചെയ്ത് വെക്കും. പിന്നെ അതേപോലെ തന്നെ 2 ഡിവൈസ് കാരണം ഒരൊറ്റ ദിമെന്ന് കണക്ഷൻ വരിക. അപ്പോൾ കേബിൾ ഒരുപാട് ആവശ്യം വരുന്നുണ്ട്. ബട്ട് ഒരു ട്രാഫിക് പോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് മറ്റൊന്നിൽ നിന്ന് അടുത്തിലേക്ക് ആ ഒരു മെത്തേഡിലാവും പോവുക. സിഗ്നൽ പാസ്ഡ് ഇൻ വൺ ഡയറക്ഷൻ അണ്ടിൽ ഡെസ്റ്റിനേഷൻ ഈസ് റീച്ച്ഡ്. ഇപ്പോൾ ABCD എന്നുള്ള പോയിൻ്റ് ഉണ്ടെന്നാണെങ്കിൽ എയിൽ നിന്ന് ആദ്യം ബിയിലേക്ക് പോവും, എന്നിട്ട് സിയിൽ പോയിട്ട് ഡിയിൽ പോവും. അങ്ങനെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അതുണ്ടാവും. അതൊരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ പോവുകയും ചെയ്യുള്ളൂ. ഈച്ച് ഡിവൈസ് ഹാഡ് റിപ്പീറ്റർ റീജനറേറ്റ് സിഗ്നൽസ്. എല്ലാ ഡിവൈസസിനും റിപ്പീറ്റേഴ്സും ഉണ്ട്, റീജനറേറ്റ് സിഗ്നൽസും ഉണ്ട്. ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് റീകോൺഫിഗർ. ഇൻസ്റ്റാളേഷൻ വളരെ സുഖമാണ്, അതേപോലെ തന്നെ റീകോൺഫിഗർ ചെയ്യാനും. സിമ്പിൾ ഫോൾട്ട് ഐസൊലേഷനാണ്. യൂണി ഡയറക്ഷണൽ ട്രാഫിക് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ 2 ഡയറക്ഷനിലേക്ക് നമുക്ക് സിഗ്നൽ അയക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബ്രേക്ക് ഇൻ റിംഗ് ഡിസേബിൾസ് എൻറ്റയർ നെറ്റ്വർക്ക് ക്യാൻ ബി സോൾവ് ബൈ യൂസിങ് ഡ്യുവൽ റിംഗ്. എന്ന് വെച്ചാൽ ഒരു കേബിളിലെ ഇതിൽ എന്തെങ്കിലും ട്രബിൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിനെ മൊത്തത്തിൽ ബാധിക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ റിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഡബിൾ കേബിൾ ടൈപ്പ് സിസ്റ്റമാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്റ്റാർ ടോപ്പോളജി. ആദ്യം സ്റ്റാർ ടോപ്പോളജിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റാർ ടോപ്പോളജിൻ്റെ ഫിഗർ. ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ഡിവൈസിലേക്കും കേബിൾ കണക്ഷൻ വരുന്നത്. ഡെഡിക്കേറ്റഡ് പോയിന്റ് ടു പോയിന്റ് ലിങ്ക് ടു സെൻട്രൽ കൺട്രോളർ ഹബ്. ഹബ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ കൺട്രോളറിലേക്ക് എല്ലാ ഡിവൈസുകളെയും പോയിൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് സ്റ്റാർ ടോപ്പോളജി. നോ ഡയറക്റ്റ് ട്രാഫിക് ബിറ്റ്വീൻ ഡിവൈസസ്. കൺട്രോളർ ഡസ് എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ. കൺട്രോളേഴ്സാണ് ഡാറ്റകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സെൻറ്ററിലേക്ക്, ഈ ഹബിലേക്ക് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് റീകോൺഫിഗർ. റോബസ്റ്റ്. വൺ ലിങ്ക് ഫെയിൽ എഫക്റ്റ് ഓൺലി ദാറ്റ് ലിങ്ക്. ഇപ്പോൾ ഒരു ഡിവൈസിൻ്റെ കേബിൾ എന്തെങ്കിലും കണക്ഷന് പ്രശ്നം വന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റേതിനൊന്നിനും ബാധിക്കില്ല. കാരണം എന്താ, ബാക്കിയുള്ള ഡിവൈസ് നേരെ കണക്ട് ചെയ്തിട്ട് ഹബിലാക്കുന്നത്. അപ്പോൾ ഏത് കേബിളിനാണോ പ്രശ്നമുള്ളത് ആ ഒരു ഡിവൈസിന് മാത്രമേ സിഗ്നൽ എത്താതെ നിൽക്കുള്ളൂ. ബാക്കി എല്ലാത്തിനും ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. ഈസി ഫോൾട്ട് ഐസൊലേഷനാണ്. പിന്നെ അതേപോലെ മോർ കേബിളിംഗ് ദാൻ സം ടോപ്പോളജീസ്. ഒരുപാട് കേബിളിൻ്റെ ആവശ്യം സ്റ്റാർ ടോപ്പോളജിയിൽ വരുന്നുണ്ട്. ഹബ് വിൽ ഡിസേബിൾസ് എൻറ്റയർ നെറ്റ്വർക്ക്. ഹബിന് ഫെയിൽ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തം ഫെയിലാകും. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്ന. ഇപ്പോൾ ഹബ്ബാണ് മെയിൻ പോയിൻറ്റ്. മെയിൻ പോയിൻറ്റിന് എന്തെങ്കിലും ട്രബിൾ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നം വരും. ഇനി അടുത്തതാണ് ട്രീ ടോപ്പോളജി. വേരിയൻ്റ് ഓഫ് സ്റ്റാറസ് നോഡ്സ് ആർ കണക്റ്റഡ് ടു ഹബ്. ഹബിലേക്ക് സ്റ്റാറിൻ്റെ പോലെ തന്നെയുള്ള നോഡ്സുകൾ കണക്റ്റഡ് ആണ്. ഇത് കണ്ടില്ലേ, സെൻട്രൽ ഹബ്ബ് ഉണ്ട്, സെക്കൻഡറി ഹബ്ബുകളുണ്ട്. 2 സെക്കൻഡറി ഹബ്ബുകളുണ്ടാവും. ഇപ്പോൾ ഈ സെൻട്രൽ ഹബ്ബിൽ നിന്നുള്ള സിഗ്നൽസ് സെക്കൻഡറി ഹബ്ബുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഡിഫറെൻറ്റ് ഇൻ ദ കേസ് ദാറ്റ് സം നോഡ്സ് ആർ നോട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ടു സെൻട്രൽ ഹബ്, ദേ ആർ കണക്റ്റഡ് ടു എ സെക്കൻഡറി ഹബ്. ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിവൈസുകളും ഡയറക്റ്റ്ലി സെൻട്രൽ ഹബിലേക്ക് കണക്ട് ചെയ്യണമെന്നില്ല. അത് സെക്കൻഡറി ഹബിൽ കണക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് സെൻട്രൽ ഹബിലേക്ക് കണക്ഷൻ പോവുകയാണ്. സെൻട്രൽ നോഡ് ഈസ് ആക്റ്റീവ് ഹബ്. സെൻട്രൽ നോഡിനെയാണ് നമ്മൾ ആക്റ്റീവ് ഹബ് അല്ലെങ്കിൽ കണ്ടെയ്ൻസ് റിപ്പീറ്റേഴ്സ് എന്ന് പറയാം. സെക്കൻഡറി മേ ബി ആക്റ്റീവ് ഓർ പാസീവ്. സെക്കൻഡറിയിലുള്ള ഡിവൈസുകൾ ആക്റ്റീവും ആവാം പാസീവും ആവാം. സെക്കൻഡറി ഡിവൈസ് അല്ല സെക്കൻഡറിയിലുള്ള ഹബ്ബ്. സെക്കൻഡറി ഹബ്സ് അലൗസ് മോർ ഡിവൈസസ് ടു ബി അറ്റാച്ച്. സെക്കൻഡറി ഹബ്ബ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട അത്രയും ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ട് സെൻട്രൽ ഹബിലേക്ക് കണക്ഷൻ വരുത്താൻ പറ്റുന്നതാണ്. പ്രോസ് ആൻഡ് കോൺസ് സെയിം ആസ് സ്റ്റാർ. പ്രോസും കോൺസും എല്ലാം സ്റ്റാർ ടോപ്പോളജിൻ്റെ അതേപോലെ തന്നെയാണ്. ഇനി അടുത്തതാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി ഡെഡിക്കേറ്റഡ് പോയിൻ്റ് ടു പോയിൻ്റ് ലിങ്ക് ടു എവരി അതർ ഡിവൈസ്. ഓരോ പോയിൻറ്റിൽ നിന്നും ഇപ്പോൾ നോഡ് 1 എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് 5ലേക്ക് കണക്ഷനുണ്ട്, 4ലേക്കുണ്ട്, 3ലേക്കുണ്ട്, 2ലേക്കുണ്ട്. എല്ലാ പോയിൻറ്റിലേക്കും കണക്ഷൻ വരുന്നുണ്ട്.
n-1/2 ഫിസിക്കൽ ലിങ്ക്സ് ടു കണക്ട് n ഡിവൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് n×n-1/2 എന്നുള്ള കണക്കാണ്. ഈച്ച് കണക്ഷൻ ക്യാൻ ക്യാരി ഇറ്റ്സ് ഓൺ ഡാറ്റ ലോഡ്. ഓരോ കണക്ഷൻ അതിൻ്റേതായ ഡാറ്റ ലോഡ് ഉണ്ടാവും. എലിമിനേറ്റ്സ് ട്രാഫിക്, അതുകൊണ്ട് തന്നെ ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. റോബസ്റ്റ്, വൺ ലിങ്ക് ഫെയിൽ ഡസൻ ബ്രിങ് ഹോൾ സിസ്റ്റം ഡൗൺ. ഒരു ലിങ്കിന് എന്തെങ്കിലും ഫെയിൽ വന്ന് കരുതിയിട്ട് ബാക്കി എല്ലാത്തിനെയും ഒരിക്കലും ബാധിക്കില്ല. പ്രൈവസി, സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഫോൾട്ട് ഐസൊലേഷൻ ഈസി പ്രോസസ്സാണ്. ലാർജ് എമൗണ്ട് ഓഫ് കേബിളിംഗ്, ഒരുപാട് കേബിൾ ആവശ്യം വരുന്നുണ്ട്. എന്നുവെച്ചാൽ നോഡ് 1-ൽ നിന്ന് കണക്ഷൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-ലേക്ക് 3-ലേക്ക് 4-ലേക്കും 5-ലേക്കും വരുന്നുണ്ട്. ഒരു സിസ്റ്റത്തിൽ തന്നെ 4 കേബിൾ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കേബിളിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ ആൻഡ് റീകോൺഫിഗറേഷൻ ഡിഫിക്കൽട്ടാണ്. താങ്ക് യു.